ഒരു ആലുവ അടുപ്പ് കൂടി പൊളിച്ച് പണിയാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള 911-6 ഈ അളവുള്ള അടുപ്പ് ആണ്. ഇത് ഇന്ന് പൊളിച്ച് നീക്കം ചെയ്യുകയാണ് ഇന്നത്തെ പണി. ഇതിന് ചെറിയൊരു ചിമ്മിനിക്കൂട് ഉണ്ട്. ഇത് പഴക്കം കേടുവന്നപ്പോൾ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കരിയൊക്കെ പിടിച്ചിട്ടുള്ളത്. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഷീറ്റ് പൊളിച്ചെടുത്തപ്പോൾ രൂപം ആണ് ഈ കാണുന്നത്. ഈ എല്ലാ ഷീറ്റുകൾക്കും ഉള്ളൊരു കുഴപ്പമാണ് 3 പീസ് കാസ്റ്റേനാണ് ഇതിൻ്റെ അടിയിലുള്ളത്. അതിനുള്ള ക്വാളിറ്റി മാത്രമേ അതുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ അടുപ്പ് പൊളിച്ച് പണിയേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മളത് പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടികയൊക്കെ വെച്ചിട്ട്. പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, നമ്മളിത് ബോക്സ് അടുപ്പായിട്ട് കൊടുന്ന് ഫിറ്റ് ചെയ്യുകയാണോ എന്നുള്ള ഒരു സംശയം പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോ കാണിക്കുന്നത്. പണിയുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് ഷീറ്റ് വെക്കുന്നതിന് വേണ്ടി ഗ്രൗട്ടൊക്കെ ഒഴിച്ച് അതിന് മേലെ ഫയർക്കളെ വെതറി വീണ്ടും അതിൻ്റെ മേലെ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് ഷീറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. ആ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് ശേഷം നമ്മളിതിന് മുകളിലേക്ക് ഷീറ്റ് എടുത്ത് വയ്ക്കും. അത് നമുക്ക് കാണാം. ഇതിൽ പണിതുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യത്തോടു കൂടി വീഡിയോ എടുക്കുന്നത്. ഇതിന് മുകളിലേക്ക് വീണ്ടും ഗ്രൗട്ട് ഒഴിക്കുകയാണ്. ഗ്രൗട്ട് ഫുള്ളായി നമ്മൾ ഒഴിക്കും. അതിന് ശേഷമാണ് ഫ്രെയിം ഇതിന് മുകളിൽ നല്ല രീതിയിൽ ഉറപ്പിക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരു കാരണവശാലും ഈ ഷീറ്റ് ഇളകി പോരില്ല. ഇപ്പോൾ ഷീറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇത് അളവൊക്കെ നോക്കി കൃത്യ അളവിലും ലെവലിലും നമ്മൾ ഫിറ്റ് ചെയ്യും. അതിന് ശേഷം നമ്മളിതിൻ്റെ ഫ്രണ്ട് ഭാഗം, അതിൽ ഫ്രണ്ടിലേക്ക് വരുന്ന ബീഡിങ് ഭാഗം നമ്മൾ ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഷീറ്റിന് അകന്ന് പോകാതിരിക്കാൻ നമ്മളിപ്പോൾ ആദ്യം കണ്ട അടുപ്പിന് ഫ്രണ്ടിലത്തെ ഷീറ്റ് പുറത്തേക്ക് തള്ളിയിട്ടാണ്. ഇതിനങ്ങനെ തള്ളി വരാതിരിക്കാൻ വേണ്ടി ലോക്കുണ്ട്. ആ ലോക്ക് ഉള്ള ഷീറ്റാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് വെറുതെ പൊള്ളപ്പായിട്ട് വയ്ക്കുകയല്ല, ഇതുപോലെ ചാന്തൊഴിച്ച് സാൻഡും മിക്സ് ചെയ്തിട്ടുള്ള പെരുക്കൻ അതിൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം വീണ്ടും ചാന്ത് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്ന ഭാഗത്ത് വീണ്ടും ചാന്ത് വെച്ചിട്ട് അതിൽ ഈ ലോക്കിലേക്കാണ് അത് തള്ളി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഷീറ്റ് ഫ്രണ്ടിൽ നിന്ന് ഇളകി പോരുന്നൊരു വിഷയം ഇത്തരം അടുപ്പുകൾക്ക് ഉണ്ടാകുന്നതല്ല. ഇത് ഷീറ്റ് കാണാം, അതിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ലോക്ക് വയ്ക്കും. ആ ലോക്ക് വയ്ക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ലോക്കാണ് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നത്. ഇപ്പോൾ കറക്റ്റായി ലോക്ക് അതിൻ്റെ ഉള്ളിൽ ആയി കഴിഞ്ഞു. ഇത് നമ്മൾ കറക്റ്റ് ലെവലിന് ഉറപ്പിച്ച് അടിയിൽ സപ്പോർട്ടും കൂടി ചെയ്യും. അതിന് ശേഷം കോൺക്രീറ്റും പണിയും വരുന്നതോട് കൂടിയിട്ട് ആ സ്റ്റീലിൻ്റെ ബാക്കി 1 ഇഞ്ചോളം കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ മൂടിപ്പോവും. അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ഫയർക്കളെ ഫിനിഷ് ചെയ്യുകയാണ്. ഇപ്പോൾ അത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഫയർക്കളെ നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഫയർക്കളെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൈകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വേറൊരു മെഷീനോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. പലരും ചോദിക്കും, സിലിണ്ടറാണോ വെച്ചിരിക്കുന്നത്? സിലിണ്ടറല്ല, ഇതുപോലെ ഇഷ്ടികയിൽ പണിതെടുത്തിട്ട് നമ്മൾ ഫയർക്കളയിൽ ഫിനിഷിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും കൈകൊണ്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുന്നത്. ഫിനിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ രൂപമാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ആ രൂപം നമുക്ക് കാണാം. ഉള്ളിലത്തെ ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള രൂപമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടാണ് എല്ലാ അടുപ്പുകളും പണിത് കൊടുക്കുന്നത്. ഇതിന് 3 മൂടികളോട് കൂടിയിട്ടും 2 റെഡ്യൂസറുകളും ഇതിന് നൽകാറുണ്ട്. ഇപ്പോൾ മൂടികൾ വെച്ചിട്ടുള്ള ചിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ
ഇവിടുത്തെ ടൈൽസിനൊന്നും യാതൊരു കുഴപ്പങ്ങളും വരുത്താതെ നല്ല രീതിയിൽ അത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. യാതൊരു ടൈൽസിനും സൈഡിലൊന്നും യാതൊരു കുഴപ്പവും വരുത്തിയിട്ടില്ല. ആ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് പുറത്തുള്ള കുഴൽ. ഇതിന് പഴയ പൈപ്പുള്ളതാണ്. ഇതിൻ്റെ അടിയിലത്തെ ബോക്സാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ബോക്സ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പുതിയ ബോക്സ് പണിതിട്ട് ഉള്ള രൂപം. ഇതുപോലുള്ള അടുപ്പുകൾ തൃശ്ശൂർ ജില്ലയിൽ ചെയ്യുന്നതിന് ഞങ്ങളുമായി ബന്ധപ്പെടുക.